എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ അപമാനിക്കുന്ന ആളുകളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ്. അധികവും ഈ ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കും, നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും നമ്മളെ അപമാനിക്കാനായിട്ട് ധൈര്യപ്പെടുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ പരമാവധി ഇകഴ്ത്തി സംസാരിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച് നമ്മളെ കളിയാക്കി പരിഹസിച്ച് വളരെ വിഷമത്തിൽ നമ്മളെ ആക്കും. എന്നിട്ട് അവസാനം അവർ അത് തമാശയ്ക്ക് പറഞ്ഞാണ്, ഇത്ര ചെറിയ കാര്യമൊക്കെ സീരിയസ് ആക്കിയോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, അയ്യോ നീ ഇത്ര തൊട്ടാവാടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തോ നമ്മുടെ കുറ്റം പോലെ അവർ പെരുമാറും. പക്ഷെ നമുക്കറിയാം, നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ അവർ ഹർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ജാള്യത അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആളുകളുടെ മുമ്പിൽ വെച്ച് നമുക്ക് അപമാനം നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ നമ്മളോട് വീണ്ടും പെരുമാറുകയും ചെയ്യും, വീണ്ടും അടുപ്പം കാണിക്കുകയും ചെയ്യും. പിന്നെ നമ്മളതങ്ങ് മറന്നു കളയും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ അപമാനിക്കുന്ന ആളുകളെ നമ്മൾ സഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. അവർ അർഹിക്കുന്ന ഒരു പരിഗണനയെ, അർഹിക്കുന്ന ഒരു സ്ഥാനമേ, അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാനമേ നമ്മൾ നൽകേണ്ടതുള്ളൂ. നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ബഹുമാനമേ അവരോട് കാണിക്കേണ്ടതുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി തന്നെ പ്രതികരിക്കുക. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്, ആരെങ്കിലുമൊക്കെ മോശമായി പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ചിരിച്ച് അവഗണിച്ച് തള്ളും. റോങ് സിഗ്നൽ ആളുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുപോലെ ചിരിച്ചുകൊണ്ട് അതിന് ലേറ്റായിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നുക അത് കുഴപ്പമില്ല, അങ്ങനെയുള്ള ജോക്കുകളൊക്കെ ഇവിടെ ആവാം എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്കത് ഹർട്ട് ചെയ്തെങ്കിൽ, നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ, നമുക്ക് അപമാനം നേരിട്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയുക, കർക്കശമായി തന്നെ പ്രതികരിക്കുക. വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകാത്ത വിധത്തിൽ കർക്കശമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു തുറന്ന പുസ്തകമാവാതിരിക്കുക. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വീക്ക്നെസ്സുകൾ ഇതൊക്കെ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് കരകയറാനുള്ള, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധി ഉപദേശിക്കാനുള്ള കഴിവുള്ള വിശ്വസ്തരായ ആളുകളോട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുക. അല്ലാത്ത ആളുകളോട് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് എതിരെയുള്ള ഒരു ആയുധമാക്കി അതിനെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗതികേട് മനസ്സിലാക്കി അത് നമുക്കെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ അവർക്ക് നമ്മളായിട്ടൊരു ആയുധം കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഒരാൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്തു, അപ്പോൾ വീണ്ടും നമ്മൾ അവർക്ക് അറിയാതെ പറ്റിയതായിരിക്കാം, അത് ക്ഷമിച്ച് കളയാം. വീണ്ടും അവരത് ആവർത്തിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, അത് വീണ്ടും അറിയാതെ പറ്റിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കരുത്. ഒരു തെറ്റ് രണ്ടാമതും മൂന്നാമതും ആളുകൾ ആവർത്തിക്കുമ്പോൾ അത് അറിയാതെ പറ്റുന്നതല്ല, അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും അത് നമ്മൾ തുറന്ന് പറഞ്ഞിട്ടും അവർ തിരുത്താൻ തയ്യാറല്ല, വീണ്ടും നമ്മളോട് അങ്ങനെ മോശമായി പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പതുക്കെ അകലാൻ ശ്രമിക്കുക, ഒരു ഡിസ്റ്റൻസ് വെക്കുക, എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കുന്നത്, ആളുകളെ കൊണ്ട് നല്ലത് പറയിക്കാൻ ശ്രമിക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളിങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് കരുതും, അവർക്ക് എന്ത് കരുതും, അവരെന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ മൂല്യം നിർണ്ണയിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് നൽകുകയാണ്. നമുക്ക് മാർക്കിടേണ്ടത് നമ്മളാണ്. നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിലാണ് നമ്മൾ നല്ല ആൾക്കാരായി ഇരിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായി കഷ്ടപ്പെടാതിരിക്കുക. നമുക്ക് തെറ്റെന്ന് തോന്നുന്നത് തെറ്റെന്ന് പറയുക, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയുക, ഇഷ്ടമാവാത്ത കാര്യം ഇഷ്ടമായില്ല എന്ന് പറയുക, ചെയ്യാൻ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാൻ മടിക്കാതിരിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. സ്വയം ബഹുമാനിക്കുന്ന ആളുകളെ മാത്രമേ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു മോശം അഭിപ്രായമാണെങ്കിൽ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഇല്ലെങ്കിൽ, പിന്നെ നമ്മൾ വേറെ ആളുകളുടെ അടുത്ത് നിന്ന് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും അവൈലബിൾ ആയിരിക്കുകയും ആളുകൾക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ നന്മമരാവാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിലയുണ്ടായിരിക്കില്ല. ആളുകൾ ഫ്രീ ആയി കിട്ടുന്ന ഒന്നിനെയും, സൗജന്യമായി കിട്ടുന്ന ഒന്നിനെയും അവർ വില വയ്ക്കില്ല. അതൊക്കെ അവർ വിലയില്ലാത്ത സാധനങ്ങളായിട്ടാണ് കണക്കാക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്
അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള റെസ്പോൺസ് കൊടുക്കാതിരിക്കുക. ചില ആളുകൾ മനഃപൂർവ്വം ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ചില നമ്മുടെ ട്രിഗർ പോയിന്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, ഇന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. നമ്മുടെ വീക്ക്നെസ് അവർക്ക് അറിയായിരിക്കും. അപ്പോൾ മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അത് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുക. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കരയാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും ദേഷ്യം വരാനും ഒക്കെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ വൈകാരികമായി അവരുടെ അടിമയാണ് എന്നുള്ളതാണ്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എന്ന് അവരെ അറിയിക്കാതിരിക്കുക. ആരോടെങ്കിലും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം, നിങ്ങളില്ലെങ്കിൽ ഞാനിത് എങ്ങനെ അതിജീവിച്ചേനെ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാതിരിക്കുക. സത്യം അതാണെങ്കിൽ കൂടി അവരോട് അങ്ങനെ പറയാതിരിക്കുക. കാരണം നമ്മൾ എപ്പോഴാണ് അയാളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ മനസ്സിൽ നമ്മുടെ വില ഇടുകയാണ്, നമ്മുടെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആരില്ലെങ്കിലും നമ്മൾ ജീവിക്കും എന്നുള്ളൊരു രീതിയിലാണ്, ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മളെപ്പോഴും പെരുമാറാൻ. പിന്നെ ആളുകളെ നിലയ്ക്ക് നിർത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ അടിമയായി മാറുക. നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കും, അയ്യോ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനേ ഉള്ളൂ എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവളേ ഉള്ളൂ എനിക്കൊരു സഹായത്തിന്. അപ്പോൾ അവരെ വെറുപ്പിക്കരുത്, എപ്പോഴും നമ്മൾ അവരെന്ത് ചെയ്താലും അതങ്ങ് ക്ഷമിച്ച് കളയാം, കാരണം എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവരേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും അവർ കാണിക്കുന്ന ഇൻസൾട്ടിനെ, അവർ കാണിക്കുന്ന അപമാനങ്ങളെ, അവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഒക്കെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്തെങ്കിലും അവരുടെ സഹായം ആവശ്യം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാനുണ്ടാവുക. അവർ മനഃപൂർവ്വം സഹായിക്കാത്തതായിരിക്കില്ല, ചിലപ്പോൾ ആ സന്ദർഭത്തിൽ ചിലപ്പോൾ അവരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കാനുണ്ടാവുക എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും എത്ര അടുത്ത ബന്ധമാണെങ്കിലും അവരോടുള്ള സ്നേഹത്തിനേക്കാളും ബഹുമാനത്തെക്കാളും ഒക്കെ മുന്നോട്ട് നിൽക്കേണ്ടത് നമുക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനമായിരിക്കണം. സെൽഫ് റെസ്പെക്റ്റാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്. അതിന് ശേഷമുള്ളൂ എത്ര അടുത്ത ബന്ധമാണെങ്കിലും അവർ നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി എന്തെല്ലാം സഹായം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ തലകുനിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉയർത്താൻ ഭയങ്കര പാടാണ്. അത് ആരോടാണെങ്കിലും, അതിപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും നമ്മളെ ചവിട്ടി തേക്കാൻ ആളുകൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബന്ധത്തിൽ നിന്ന് അകലണം. അത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും ആളുകൾ ഒരിക്കലും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല നമ്മളെ ബഹുമാനിക്കുക, നമ്മളോടുള്ള പേടി കൊണ്ടായിരിക്കും, നമ്മുടെ സ്ട്രെങ്ത്ത് കണ്ടിട്ടായിരിക്കും ആളുകൾ ബഹുമാനിക്കുക. അല്ലാതെ അവരോടൊക്കെ നമ്മുടെ വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരുന്നാൽ, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മളൊരു തുറന്ന പുസ്തകമായി കഴിഞ്ഞാൽ, വളരെയധികം ദയയും കരുണയൊക്കെ ഉള്ള ആളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കലും നമുക്കൊരു ബഹുമാനം നൽകില്ല.